ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 9 മണിയാണ് കേട്ടോ. എനിക്ക് 10 മണിയാകുമ്പോഴേക്ക് കോട്ടയ്ക്കൽ എത്തണം. എൻ്റെ ലൈഫിലെ പുതിയൊരു ടേണിംഗ് പോയിന്റിലേക്കുള്ള വഴിയിലാണ് ഞാൻ. ഇപ്പോൾ ഇതാ ഞങ്ങൾ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഇക്കാക്കൻ്റെ വൈഫും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടിയിലാണ് പോകുന്നത്. കോട്ടയ്ക്കൽ വരെ സ്കൂട്ടിയിലല്ല, രാമനാട്ടുകര സ്കൂട്ടി വെച്ചിട്ട് ഞങ്ങളിനി ബസ്സിലാണ് പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരമുണ്ട്. ഇപ്പോൾ ബൈപ്പാസിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ടയേർഡാവും, ചിലപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിപ്പോൾ ബസ്സിലേക്ക് മാറി കയറുന്നത്. അപ്പോൾ എന്തിനാ പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയണ്ടേ? അതിന് മുമ്പ് വെൽക്കം ടു അഫ്സീസ് വേൾഡ്. ഇറ്റ്സ് മീ യുവർ അഫ്സി. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയണമല്ലോ അല്ലേ? നിങ്ങളോട് ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ എൻഡിങ്ങിൽ ഒരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഈവനിങ് ഒക്കെ ആയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. കോട്ടയ്ക്കലിൽ ഒരു ടീച്ചിങ് വേക്കൻസി ഉണ്ട്, അവിടെ പ്രാക്ടിക്കൽ ലാബ് എടുക്കാൻ ഒരു ടീച്ചർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരയച്ച നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ആയുർവേദം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ് കേട്ടോ. എന്നെ ആരും ഫോഴ്സ്ഫുള്ളി പഠിപ്പിച്ചതല്ല. ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ്, അതിന് ശേഷമാണ് ഞാൻ ആയുർവേദം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം ഞാൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് പഠിച്ചതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇഷ്ടം എനിക്കിപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. ഞാനിപ്പോൾ വർക്കിനൊന്നും പോകുന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ആയുർവേദ നഴ്സിംഗ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തതായിരുന്നു. ഇപ്പോൾ 6 മാസമായിട്ട് ജൂൺ മുതൽ ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് കാരണമാണ്. അവർ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട്, ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ല, ഗൾഫിൽ പോയതുകൊണ്ട് അവരെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ നാട്ടിൽ നിന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് നിർബന്ധമായതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വർക്കിനൊന്നും പോകാത്തത്. പക്ഷേ ഇപ്പം വന്ന വേക്കൻസി എന്ന് പറയുന്നത് എനിക്ക് ഡ്യൂട്ടി ടൈം കംഫർട്ടായിട്ടുള്ള ടൈമാണ്, 10 to 4 ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു പോയത്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുകയാണ്. കുറേ സമയം നീണ്ടു നിന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. ടീച്ചിങ് ആണല്ലോ, അപ്പോൾ അവർ നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് ആയതുകൊണ്ടും കോട്ടയ്ക്കൽ ആയുർവേദ ആയതുകൊണ്ടും അത്രയും എലിജിബിൾ ആയിട്ടുള്ള ആളെ മാത്രമേ അവർ പോസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു കേട്ടോ. എന്നാൽ എൻ്റെ മാക്സിമം ഞാൻ അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിൽ കൂടുതൽ അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. അത്രയും ടഫായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തത് എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ ആ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി പാസ്സായി. ഞാനിനി മൺഡേ മുതൽ കോട്ടയ്ക്കൽ ആയുർവേദൻ്റെ കോഴിക്കോടുള്ള ബ്രാഞ്ചിൽ പ്രാക്ടിക്കൽ ലാബിൻ്റെ ടീച്ചറാണ് കേട്ടോ. എൻ്റെ ഉപ്പാക്ക് ഞാനൊരു ടീച്ചറായിട്ട് കാണണമെന്നായിരുന്നു ആഗ്രഹം. ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് BEd എടുത്ത് പഠിച്ചോ എന്നൊക്കെ ആയിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റ് ആയുർവേദത്തിലോട്ട് എപ്പോഴോ അങ്ങ് മാറി. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആയുർവേദത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങിയത്. അതങ്ങനെ മാറിപ്പോയതുകൊണ്ട് ഉപ്പേൻ്റെ ആഗ്രഹം അവിടെ കിടക്കായിരുന്നു. ഇപ്പം എനിക്ക് അതിനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച് പഠിച്ച കാര്യമായതുകൊണ്ട് എനിക്ക് എന്നും ഇതുകൊണ്ട് ഗുണമല്ലാണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. എനിക്ക് എവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാനിത് പഠിക്കാൻ പോയ സമയത്ത് ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഇത് പഠിച്ചിട്ട് കാര്യമില്ല, ഇത് അത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോലിയല്ല എന്നൊക്കെ. സ്റ്റാൻഡേർഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ശരിയായിരിക്കും, ആയുർവേദ നഴ്സിംഗ് എന്ന് പറയുന്നത് ഡോക്ടറെക്കാളും എഞ്ചിനീയറേക്കാളും 1-2 പടി താഴെയുള്ള സ്റ്റാൻഡേർഡ് മാത്രമായിരിക്കും. പക്ഷേ എനിക്ക് ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ്. അസുഖമൊക്കെ മാറിയിട്ട് ആ രോഗികൾ നമ്മളെ അടുത്ത് ഡയറക്റ്റ് വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോണ്ടല്ലോ, അതിന് വേറെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്ന വഴിക്ക് റംബൂട്ടാനൊക്കെ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം റംബൂട്ടാൻ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി ഒന്ന് സൈഡാക്കിയതാണ് കേട്ടോ. ഈ ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഈ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. ബൈ.